പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ളുഹ നിസ്കാരത്തിന്റെ ശേഷം 7 പ്രാവശ്യം പാരായണം ചെയ്യേണ്ട അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചും ളുഹ നിസ്കാരത്തിന്റെ ശേഷം 17 പ്രാവശ്യം പറയേണ്ട ഒരു ഇസ്മിനെ കുറിച്ചും ളുഹ നിസ്കാരത്തിന്റെ ശേഷം 100 പ്രാവശ്യം ചൊല്ലേണ്ട മറ്റൊരു ദിക്റിനെ കുറിച്ചുമാണ് ഇൻഷാ അല്ലാഹ്. ഈ സൂറത്തും ഈ ഇസ്മും ഈ ദിക്റും ളുഹ നിസ്കാരത്തിന്റെ ശേഷം ഒരുമിച്ച് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളെ ഏതേത് പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകും. എത്ര വലിയ ഊരാ കുടുക്കുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ സൂറത്ത്, ഏതാണ് ആ ദിക്ർ എന്ന് വിശദമായി നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ, നമ്മളുടെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്ന് എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ക്ലാസ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ശരിക്കും ശ്രദ്ധിക്കണം. ഖുർആനിന്റെ ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതി വിടുക. ഹംദ് പറഞ്ഞവരൊക്കെ ആ ഹംദ് കൂടെ കമന്റിൽ എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മളൊക്കെ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം എന്ന് പറയുന്നത്. ധാരാളം വ്യത്യസ്തങ്ങളായ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് റവാത്തിബ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, തറാവീഹ് നിസ്കാരം, വിത്ർ നിസ്കാരം, ഹാജത്ത് നിസ്കാരം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം എന്ന് പറയുന്നത്. ളുഹാ നിസ്കാരം എല്ലാവർക്കും നിർവഹിക്കാൻ കഴിയില്ല എന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. കാരണം അത് ഫഇന്നഹാ ദഅബു സ്വാലിഹീൻ, അത് സ്വാലിഹീങ്ങളുടെ പതിവാണ്. സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ മടി കൂടാതെ ളുഹ നിസ്കരിക്കാൻ കഴിയും എന്നുള്ളതാണ്. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ളുഹാ നിസ്കാരത്തിന്റെ ചെറിയ ഒരു രൂപം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ ളുഹ നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളും പഠിക്കാം. അതോടൊപ്പം ളുഹാ നിസ്കാരത്തിന്റെ ശേഷം 7 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്ർ പഠിക്കണം, ഒരു സൂറത്ത് പഠിക്കണം, 100 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ഇസ്തിഗ്ഫാർ പഠിക്കണം, അതുപോലെ 17 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ഇസ്മു നമ്മൾക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ളുഹ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങള് അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുകയാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും. അതോടൊപ്പം തന്നെ 360 സ്വതക്ക ചെയ്ത പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അപ്പൊ ളുഹ നിസ്കാരം ചില്ലറ നിസ്കാരമല്ല, നിസാരപ്പെടുത്തേണ്ട നിസ്കാരമല്ല. ഖലാഉൽ ഹവായിജ്, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഈ നിസ്കാരം നല്ലതാണ്. ആവശ്യങ്ങൾ പൂർത്തീകരണമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ളുഹ നിസ്കരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. അതുപോലെ പരിപൂർണമായ ഉംറ ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകും. പരിപൂർണമായ ഉംറ എന്ന് പറയുമ്പോൾ അള്ളാഹു സ്വീകരിച്ച ഉംറയുടെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും. ളുഹ നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ അതുപോലെ ജീവിതത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള മടി മാറും. അല്ലെ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ മടി, ഖുർആൻ ഓതാൻ മടി, ദിക്ർ ചൊല്ലാൻ മടി, അതൊക്കെ മാറാൻ ളുഹ നിസ്കാരം പതിവാക്കണേ. അതുപോലെ തന്നെ നരകമോചനം നമ്മൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ സ്വർഗത്തിൽ ളുഹ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. ആ കവാടത്തിലുള്ള പ്രവേശിക്കാൻ ളുഹ നിസ്കരിച്ചവർക്ക് അള്ളാഹു ഭാഗ്യം കൊടുക്കുകയാണ്. രോഗശാന്തിക്ക് ളുഹ നിസ്കാരം പതിവാക്കാം. ദുനിയാവിലെ ഏതേത് പ്രയാസങ്ങളുണ്ടോ, ഏതേത് ബുദ്ധിമുട്ടുകളുണ്ടോ, അതൊക്കെ മാറാൻ ളുഹ നിസ്കാരം നല്ലതാണ്.
ദുനിയാവിന്റെ കാര്യങ്ങൾ ചോദിക്കേണ്ട സമയമാണ് പ്രിയമുള്ളവരെ ളുഹ നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി മുതലെങ്കിലും ളുഹ നിസ്കാരം പതിവാക്കുക. അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ളുഹ നിസ്കാരം എല്ലാവർക്കും അറിയാം. അതിന്റെ ചുരുങ്ങിയ ഒരു രൂപം ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ളുഹ നിസ്കാരത്തിന്റെ സമയം രാവിലെ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ആരംഭിക്കുന്നതാണ്. എങ്ങനെ? സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ളുഹ നിസ്കാരം ആരംഭിക്കാവുന്നതാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും നല്ല സമയം ഒരു 10 മണി, ഒരു 9 മണി, 9:30, 8:45 നിസ്കരിക്കലാണ് ഏറ്റവും നല്ല സമയമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഏതുവരെ നമ്മൾക്ക് നിസ്കരിക്കാം? ളുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ, ളുഹറിന്റെ സമയം വരെ ളുഹയുടെ സമയം നിലനിൽക്കുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ളുഹ നിസ്കാരം ഖളാ വീട്ടാൻ പറ്റുമോ എന്ന്. ളുഹ നിസ്കാരം ഖളാ വീട്ടാം. എല്ലാ ദിവസവും മുടങ്ങാതെ ളുഹ നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം നിസ്കരിക്കാൻ പറ്റില്ല. അസുഖം കാരണമോ, അതല്ലെങ്കിൽ യാത്ര കാരണമോ, അതല്ലെങ്കിൽ മറ്റുള്ള തിരക്ക് കാരണം നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവനക്ക് ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ളുഹ നിസ്കാരം ഖളാ വീട്ടാവുന്നതാണ്. അസ്ർ നിസ്കാരം കഴിഞ്ഞാലും ഖളാ വീട്ടാവുന്നതാണ്. അതുകൊണ്ട് വിരോധമില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് ളുഹ നിസ്കാരം എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. എത്ര റക്അത്താണ് ളുഹ നിസ്കരിക്കേണ്ടത്? ഏറ്റവും കൂടിയത് 12 റക്അത്താണെന്ന് മഹാന്മാര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ല 8 റക്അത്താണ് എന്ന് പറഞ്ഞ മഹാന്മാരുമുണ്ട്. അപ്പൊ നമ്മൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാം, 4 റക്അത്ത് നിസ്കരിക്കാം, 6 റക്അത്ത് നിസ്കരിക്കാം, 8 റക്അത്ത് നിസ്കരിക്കാം, 12 റക്അത്ത് നിസ്കരിക്കാം. ഒരു വിരോധവും ഇല്ല. ളുഹ നിസ്കാരത്തിന്റെ നിയ്യത്ത് എങ്ങനെയാണ്? ഉസല്ലി സുന്നത്തുൽ ളുഹ റക്അത്തൈനി മുതവജ്ജിയൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. ളുഹ എന്ന 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു. ളുഹ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു. ഇനി ഒരാൾ 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും ഈ 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. 8 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും ഈ 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ ഓരോ ഈ 2 റക്അത്ത് കഴിയുമ്പോഴും നമ്മൾ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. 8 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് തുടക്കത്തിലെ നിയ്യത്ത് വെക്കാൻ പറ്റൂല. ഈ 2 റക്അത്തായിട്ട് നിയ്യത്ത് വെക്കുകയും നിസ്കരിക്കുകയും ചെയ്യുക. പുരുഷന്മാർക്ക് ളുഹ നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. വീട്ടിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവാത്ത പ്രശ്നമൊന്നുമില്ല. ഏറ്റവും ഉത്തമം പുരുഷന്മാർക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കലാണ്, സ്ത്രീകൾക്ക് വീട്ടിൽ നിസ്കരിക്കലാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ ളുഹ നിസ്കരിക്കാൻ തുടങ്ങാണ്. നിയ്യത്ത് വെച്ചു. നിയ്യത്ത് വെച്ചതിന് ശേഷം വജ്ജഹത്ത് ഓതണം. തക്ബീർ കെട്ടി വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഒഴിവാക്കരുത്. വജ്ജഹത്ത് ഓതിയതിന് ശേഷം അഊദ് ഓതുക. ഫാത്തിഹ സൂറത്ത് ഓതിയാൽ നമ്മൾ സൂറത്ത് ഓതണം. ഫാത്തിഹ സൂറത്തിന്റെ ശേഷം മറ്റ് 2 സൂറത്ത് ഓതണം. ഒന്നാമത്തെ റക്അത്തിലെ ഒന്നാമത്തെ സൂറത്ത് സൂറത്തു ശംസ് ആണ്. അഥവാ വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ. ഈ സൂറത്താണ് ഒന്നാമത്തെ റക്അത്തിൽ ആദ്യമായി ഓതേണ്ടത് ഫാത്തിഹ സൂറത്തിന് ശേഷം. അതിനുശേഷം സൂറത്തുൽ കാഫിറൂനും പാരായണം ചെയ്യുക. ഇങ്ങനെയാണ് ഒന്നാമത്തെ റക്അത്ത് നിസ്കരിക്കേണ്ടത്. അങ്ങനെ റുക്കൂ ചെയ്യുന്നു, സുജൂദിലേക്ക് പോകുന്നു, 2ാമത്തെ റക്അത്തിൽ എണീക്കുന്നു, ഫാത്തിഹ സൂറത്ത് ഓതുന്നു. അതിനുശേഷം സൂറത്തുൽ ളുഹ നമ്മൾ പാരായണം ചെയ്യണം. വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന അതിമഹത്തായ സൂറത്ത് ഓതുക. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഇനി ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു ശംസ് അറിയില്ല, അറിയുന്ന സൂറത്ത് ഓതാം. സൂറത്തുൽ കാഫിറൂന് മാത്രം ഓതിയാൽ മതി. 2 സൂറത്ത് ഓതണമെന്ന് പ്രത്യേക നിർബന്ധമൊന്നുമില്ല, സുന്നത്തുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന ഏത് സൂറത്തും ഓതി നിസ്കരിക്കാവുന്നതാണ്. വല്ലുഹ സൂറത്ത് അറിയില്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് തന്നെ 2 റക്അത്തിലും പാരായണം ചെയ്യാം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യാം. അപ്പൊ അറിയുന്ന സൂറത്ത് ഓതിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നിസ്കരിക്കുക. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയാൽ അവിടെ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പറയേണ്ട ഒരു ദിക്റുണ്ട്. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കോ. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇത് 100 പ്രാവശ്യം പാരായണം ചെയ്യുക. അതിനുശേഷം യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ് എന്ന് 17 തവണ പാരായണം ചെയ്യുക. അതിനുശേഷം സൂറത്തുൽ ളുഹ വല്ലുഹ വല്ലൈലി ഇദാ സജാ അത് 7 പ്രാവശ്യം മുഴുവനായി പാരായണം ചെയ്യുക.
അങ്ങനെ പാരായണം ചെയ്തിട്ട് രണ്ട് കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി നമ്മളെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും അള്ളാഹു തട്ടുകയില്ല. ഇങ്ങനെ ദുആ ചെയ്യണം. മലയാളത്തിൽ ദുആ ചെയ്താൽ മതി. റബ്ബേ, ഞാൻ ഈ ചൊല്ലിയ സൂറത്തുൽ ളുഹയുടെ ബറക്കത്ത് കൊണ്ട്, ഞാൻ ഈ ചൊല്ലിയ യാ വഹാബ് എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട്, ഞാൻ ഈ ചൊല്ലിയ റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം എന്ന അതിമഹത്തായ ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റണേ അല്ലാ, എന്റെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ, എന്റെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാ എന്ന് കരഞ്ഞു ദുആ ചെയ്താൽ പടച്ച റബ്ബ് ഒരിക്കലും നമ്മളെ പ്രാർത്ഥന തട്ടുകയില്ല. കാരണം നമ്മൾ ഖുർആൻ കൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, പാപമോചനം നടത്തി ഇസ്തിഗ്ഫാർ ചൊല്ലിയാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. നമ്മളെ പ്രാർത്ഥന അള്ളാഹു തട്ടൂല. അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ 3 ദിക്റുകൾ പ്രത്യേകമായി എഴുതിവെടുക്കുക, ളുഹാ നിസ്കാരത്തിന് ശേഷം പതിവാക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു കാബല് നൽകട്ടെ, അള്ളാഹു സംരക്ഷണം നൽകട്ടെ. അള്ളാഹുവെ, ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റണേ അല്ലാ, കൃത്യമായി ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.